ഇന്നത്തെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു പനി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ബുദ്ധി, ഓർമ്മ ഇതെല്ലാം ഇല്ലാതെയാകുന്നു ഇല്ലേ? എങ്കിൽ നമ്മുടെ കാലുകളാണ് നഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് ചികിത്സാ സഹായത്താൽ അതൊക്കെ വെച്ച് പിടിപ്പിക്കാം, പരസഹായത്താൽ നമുക്ക് ജീവിക്കാം. കൈകളാണ് നഷ്ടപ്പെട്ടെങ്കിലോ അതും നമുക്ക് കൃത്രിമമായിട്ട് വെച്ച് പിടിപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ്റെ സഹായത്താൽ ജീവിക്കാം, ഇല്ല അന്യരുടെ സഹായത്താൽ നമുക്ക് ജീവിക്കാം. കരളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ, കരൾ മാറി വയ്ക്കാമല്ലോ, ഹൃദയമാണെങ്കിലും മാറി വയ്ക്കാം. നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടാലോ? ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളാക്കുന്ന നമ്മളാരാണ്? നമ്മളെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഓരോ വ്യക്തികൾ, നിങ്ങൾ എവിടെയാണ്? കാലാണോ നിങ്ങൾ? അല്ല. കൈയാണോ നിങ്ങൾ? അല്ല. കരളാണോ? അല്ല. എന്നാൽ ഹൃദയമാണോ? അല്ല. നമ്മളാകുന്ന നമ്മളാകുന്ന നമ്മൾ അതെവിടെയായിരിക്കുന്നത്? അതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതാണ് ഈശ്വരൻ പറയുന്നത്, നീ ശരീരമല്ല, നീ അറിവാകുന്നു. ആ നമ്മളെന്ന് പറയുന്ന ആ സാധനം, ആ പഞ്ചഭൂതങ്ങളും നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ, നമ്മളുടെ ജഡം ഇവിടെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ, നമ്മളാകുന്ന അറിവ് ഒന്നെങ്കിൽ ഈശ്വരനിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നു, ഇല്ലെങ്കിൽ മറ്റൊരു ജീവനിലേക്ക് അത് കുടികൊള്ളുന്നു. മറ്റൊരു വസ്തുവിലേക്ക് അത് കുടികൊണ്ട് അതൊരു ജീവനായിട്ട്, ഉരുവായിട്ട് ഭൂമിയിൽ അവതാരമെടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു നിമിഷമെങ്കിലും? നമ്മളതൊക്കെ ചിന്തിക്കണം. അപ്പം കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും ഒക്കെ നമുക്ക് ജീവിക്കാം. നമ്മളുണ്ട്, നമുക്ക് നമ്മളെ തിരിച്ചറിയാം. പക്ഷെങ്കിൽ മനസ്സ് നഷ്ടപ്പെട്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ആ മനസ്സാകുന്ന ആ മനസ്സിന് നിങ്ങൾ നല്ലത് കൊടുക്കുക, നല്ല ചിന്ത കൊടുക്കുക. അഹങ്കാരം എന്ന് പറയുന്നതൊക്കെ ഉപേക്ഷിക്കുക. ഒരു പുല്ലിൻ്റെ നാമ്പ് കണ്ണിൽ തൊട്ട് മുറിഞ്ഞാൽ മതി, അവൻ്റെ അഹങ്കാരം എല്ലാം തീരും. കണ്ണ് ചുമന്ന് തൊടുത്ത് വേദനിച്ച് ആ കണ്ണിൻ്റെ കാഴ്ചയും കൂടെ നഷ്ടപ്പെട്ടാലോ? കണ്ണ് തിരുമ്മി ഇരിക്കും നമ്മളല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അഹങ്കാരം പാടില്ല. അതുപോലെ നമ്മൾ വീട്ടിലുള്ള അംഗങ്ങളെല്ലാമായിട്ട് വളരെ സ്നേഹത്തോടെ ദൃഢതയുള്ളതായിരിക്കണം നമ്മുടെ സ്നേഹബന്ധം. ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ കെട്ടി വയ്ക്കുമ്പോൾ വളരെയധികം അടുക്കും ചിട്ടയോടെ ആവട്ടെ. നമ്മൾ കൂട്ടുകാരോടുള്ള സ്നേഹമാണെങ്കിലും വളരെയധികം സ്നേഹത്തോടെ ആവട്ടെ. ആ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിപ്പോയെങ്കിൽ പിന്നെ ആ മുത്തുകളെല്ലാം കൂടെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും. ആ മുഴച്ചിരിക്കുന്നത് മാറ്റാൻ വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ട് വളരെയധികം സ്നേഹത്തോടെ, നന്മയോടെ, സൗഹൃദത്തോടെ നന്മകൾ ചെയ്ത് ഉള്ളതാവട്ടെ നിൻ്റെ ജീവിതം. ഈശ്വരൻ നിന്നിൽ അറിവായി വെളിച്ചമായി വിളയട്ടെ.